പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി ഇളമ്പള്ളിക്കൽ കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ എനിക്കും കുടുംബമായി കടന്നു വന്ന് കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൺവെൻഷനിൽ ഞാൻ വന്ന് സംബന്ധിച്ചത് ഞാൻ ഓർക്കുന്നു. ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടെ കടന്നു വരുവാനും അതിലുപരി ജീവനുള്ള ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ഇടയായതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവിനെ. ഈ രാത്രിയിൽ വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബെൻസൻ ദാനിയേൽ കുടുംബം, അതുപോലെ പ്രാർത്ഥനാധ്വനി കേരള ചാപ്റ്ററിൻ്റെ ചെയർമാനായിരിക്കുന്ന ഹാർഡ്ലി പാസ്റ്റർ, അതുപോലെ വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, പ്രിയ സ്റ്റാർ ബ്രദറിനെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന കർത്തൃഭൃത്യന്മാർ, ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കൺവെൻഷന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഈ ചുറ്റുപാടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും, ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ഇന്ന് രാത്രി നാം കേട്ടു. കഴിഞ്ഞ 2 രാത്രികളിലും ഇന്നും മനോഹരമായ ഗാനങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ പ്രിയ കൊയറിനെ ദൈവം ബലപ്പെടുത്തി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൺവെൻഷൻ കഴിഞ്ഞ 5 വർഷമായി നടന്നു വരുന്നു. പ്രാർത്ഥനാധ്വനി മാനേജിംഗ് കൗൺസിലിൻ്റെ പേരിലുള്ള പ്രത്യേകമായ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എനിക്ക് ശേഷം ദൈവവചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PC ചെറിയാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം എത്തിയില്ലെങ്കിലും അദ്ദേഹത്തിനോടുള്ള വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 രാത്രിയിൽ കർത്താവ് നമ്മോട് ഇടപെട്ടു എന്നുറപ്പുള്ള എത്ര പേരുണ്ട്? കർത്താവ് ഈ ദേശത്തോടെ സംസാരിച്ചു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആമേൻ. ഞാൻ ഇന്നലത്തെ പ്രസംഗം എനിക്കധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല, കാരണം ഇന്നലെ ഞാൻ യാത്രയിലായിരുന്നു. മിനിഞ്ഞാന്നത്തെ മെസ്സേജ് ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരുന്നല്ലോ ആദ്യത്തെ ദിവസത്തെ വിഷയം. ഇന്ന് രാത്രി എന്ത് വചനം ശുശ്രൂഷിക്കണം എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവസാനത്തെ ദിവസമായതുകൊണ്ട് അതിന് പറ്റിയത് വേണമല്ലോ പറയാൻ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളാരും മസിലൊന്നും പിടിച്ചിരിക്കരുത്. നിങ്ങളിൽ ഒരു സഹോദരനാണ് ഞാൻ, ഒന്നുമല്ല, നിങ്ങളെപ്പോലൊരാളാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമുക്ക് തുടർന്നുള്ള അല്പമിനിറ്റുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും. എനിക്കൊരു സമയം തന്നിട്ടുണ്ട്, ഞാൻ ആ സമയത്ത് നിർത്തും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ മുഖത്തെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ആകർഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ആകർഷിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞ് തുടങ്ങാം. ദൈവവചനത്തെക്കുറിച്ച് നമുക്കെല്ലാം നല്ല നിശ്ചയമാണ്, അല്ലേ? ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം ഇന്ന് രാത്രിയിൽ ആവർത്തിക്കുന്നു. നിങ്ങൾക്കിത് ഫ്രഷ് ആയിരിക്കും, കേട്ടിട്ടുള്ളവർ ഒരു പക്ഷേ ഇതിനകത്തുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ദൈവവചനത്തെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്ത് നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം. എന്താ പറയുന്നു? യോജിക്കുന്നുണ്ടോ എന്നോട്? നമുക്കറിയാവുന്നതിനേക്കാൾ, നമ്മൾ പറഞ്ഞില്ല ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറയുന്ന പോലെ നമ്മെക്കാട്ടിൽ വചനം അറിയാവുന്നവരാണ് നാട്ടുകാർ. ഇപ്പം ഞാനൊരു സൺഡേ സ്കൂൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു അനുഭവം പറഞ്ഞ് ഇന്ന് രാത്രി കർത്താവ് എനിക്ക് തന്ന വചനത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു സൺഡേ സ്കൂളിൽ അധ്യാപകൻ വിദ്യാർത്ഥികളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. ദൈവവചനം വളരെ ശക്തമായി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച അനന്തരം ഈ അധ്യാപകൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച നിങ്ങൾക്കൊരു എക്സസൈസ് ഉണ്ട്. എക്സസൈസ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും വചനം നല്ലതുപോലെ വായിച്ച് പഠിച്ചു വരണം. ഞാൻ നിങ്ങളോട് ചില പാപങ്ങളുടെ പേര് പറയും. ആ പേര് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ, നിങ്ങൾ പഠിച്ച വചനമനുസരിച്ച് ശരിയോ തെറ്റോ എന്ന് പറയണം. ഇനി ശരിയാണെന്ന് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞാലും അതിനെ സാധൂകരിക്കുന്ന ഒരു വചനം കൂടെ നിങ്ങൾ പറയണം. പിള്ളേരെല്ലാം എഗ്രി ചെയ്തു, പോയി. പിറ്റേ ആഴ്ച വന്നു. അധ്യാപകനും ഭയങ്കര സന്തോഷമായി, പിള്ളേരുടെ മുഖത്ത് അതിനെക്കാട്ടി സന്തോഷം. അധ്യാപകൻ വന്ന് ചോദിച്ചു, അപ്പോൾ തുടങ്ങുമല്ലേ? ആയിക്കോട്ടെ. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, കുലപാതകം. അപ്പോൾ തന്നെ പിള്ളേർ പറഞ്ഞു പാപമാണ്, വാക്യവും കൊടുത്തു. 2 മോഷണം, പാപമാണ്, വാക്യം കൊടുത്തു.
അങ്ങനെ 3, 4 പിള്ളേരോടെ കളി. 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോവുക. എല്ലാത്തിനും പിള്ളേർ ഉത്തരം പറഞ്ഞു. ആര് ജയിച്ചു? പിള്ളേർ. നമുക്ക് ഒന്നിച്ച് സൂക്ഷിക്കാം, എൻ്റെ കൂടെ വാ. ആര് ജയിച്ചു? പിള്ളേർ ജയിച്ചു. അധ്യാപകൻ്റെ മുഖം മാറി. അധ്യാപകനും ജയിക്കണമല്ലോ. അവസാനം അധ്യാപകൻ അറ്റകൈ പ്രയോഗം നടത്തി. അധ്യാപകൻ ചോദിച്ച ചോദ്യം, നമ്മുടെയൊക്കെ വീട്ടുകളിൽ പൂച്ചയുണ്ടല്ലോ അല്ലേ? പൂച്ച നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പൂച്ച വീട്ടിൽ ആൾക്കാർ, നമ്മുടെ ഫേവററ്റ് ആളുകളുടെ കൂടെയൊക്കെ നടക്കുമ്പോൾ പൂച്ചയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്താ? ഇതിൻ്റെ വാലിങ്ങനെ ഉയർന്നിരിക്കും, വാല് പൊങ്ങിയിരിക്കും. ശരിയല്ലേ? കണ്ടിട്ടുണ്ടോ? പൂച്ച കാണാത്തൊരു ഇവിടെ ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. വാലിങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഈ പൂച്ചയുടെ വാല് പിടിച്ച് വലിക്കുന്നത് പാപമാണോ? സ്തോത്രം. ആണോ അല്ലയോ? ആന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാക്യം പറയണം. പൂച്ചയുടെ വാല് പിടിച്ച് വലിക്കുന്നത് പാപമാണോ? അധ്യാപകൻ ഒന്ന് ഞെളിഞ്ഞു. കാരണം അതിന് വാക്യമില്ലല്ലോ, ഉണ്ടോ? ഒരല്പനേരം മൗനതയുണ്ടായി. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ മൗനതയുണ്ടായി എന്ന് വായിക്കുന്നത് പോലെ ഒരു മൗനതയോടെ ഉണ്ടായി. കാരണം ഇതിൻ്റെ ഉത്തരം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലൊരു പയ്യൻ, സാറേ അത് പാപമാണ്. എന്തുവാ? പൂച്ചയുടെ വാല് പിടിച്ച് വലിക്കുന്നത് പാപമാണ്. എല്ലാവരും സ്റ്റക്കായി. അതിന് വാക്യം കൂടെ കൊടുക്കണമല്ലോ. പയ്യൻ പറഞ്ഞ വാക്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ, ഈ വാലവിടെ യോജിപ്പിച്ച് വെച്ചേക്കല്ലേ, അത് വലിക്കില്ലെന്ന്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുന്നത് നന്നല്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയുള്ള ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഏത് വാക്യത്തെയും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും കോട്ടിക്കളയാവുന്ന, വ്യാഖ്യാനിക്കാവുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞൊരാൾ കായംകുളത്ത് പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. പരസ്യയോഗം നടത്തിയപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കില്ലെന്ന്. അതെന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ബൈബിൾ അറിയത്തില്ലേ? ആസിയിൽ പ്രസംഗിക്കരുതെന്ന് വചനമുണ്ട്. ഏഷ്യയുടെ ഭാഗമാണ് കായംകുളം. സ്തോത്രം. ഇപ്പം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വചനം വിട്ടു പോകാൻ നിങ്ങൾ ഇടയാകരുത്. കേൾക്കുന്ന വചനം അതിശ്രദ്ധയോടെ കരുതിയാൽ വല്ല വിധേനയും, പൗലോസ് പറയുന്ന പോലെ വല്ല വിധേനയും അവിടെ എത്തിപ്പെടാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുണ്ടോ? നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യവും പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യവും നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 28-ാം വാക്യവും പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യവും. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കൂടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. മതി. പ്രാരംഭത്തിൽ നാം വായിച്ച വാക്യം യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ പ്രത്യേകത നമുക്കറിയാം. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. യോഹന്നാനെ നമ്മൾ വിളിക്കുന്ന ഒരു പദമുണ്ട്, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ വിളിക്കുന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാണ് യോഹന്നാൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ 2-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ 3 ആവർത്തി, ഏതാണ്ട് 4 ആവർത്തിയോളം അല്ലെങ്കിൽ 3 ആവർത്തിയോളം കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് കാണാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇനിയും എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത് എന്നാണ് പ്രാരംഭത്തിൽ പറഞ്ഞത്. ഇനിയും അതിൻ്റെ 18-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയെന്ന് നിങ്ങൾ അറിയണം. എന്നിട്ട് 28-ൽ വന്നിട്ട് പറയുന്നു,
അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കണം. അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിനും അവനിൽ വസിപ്പിൻ. അപ്പൊ പാപം ചെയ്യരുത്. പാപസംബന്ധമായി യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ രക്ഷയുണ്ടെന്നും അതിനുശേഷം ഇത് അന്ത്യകാലമാണെന്നും യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ് ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ പദപ്രയോഗമാണ് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അവൻ ഇനിയും പ്രത്യക്ഷനാകും, അത് ഉറപ്പാണ്. ഇപ്പൊ 3 കാര്യങ്ങൾ ഈ വാക്യത്തിലുണ്ട്. 1, അവൻ പ്രത്യക്ഷനാകും. 2, നാം ലജ്ജിച്ചു പോകരുത്. അർത്ഥം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. 3, ലജ്ജിച്ചു പോകാതിരിപ്പാൻ അവനിൽ വസിക്കണം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 1, അവൻ പ്രത്യക്ഷനാകും. 2, ലജ്ജിക്കാൻ സാധ്യതയുണ്ട്. 3, ലജ്ജിക്കാതിരിപ്പാനും ധൈര്യമുണ്ടാകേണ്ടതിനും എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൽ വസിക്കണം. അതിൻ്റെ ഒരു പേജ് പുറകിലാണ് പത്രോസ് പറയുമ്പോൾ നിങ്ങൾ ഇതിനായി കാത്തിരിക്കുന്നു. ആ വാക്യം ഒന്ന് വായിച്ചേ. പത്രോസിന്റെ ഇനിയും കുഞ്ഞുങ്ങളെ, പത്രോസിന്റെ 2 ലേഖനം 3:14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. പത്രോസ് യേശുവിന്റെ കൂടെ നടന്ന യേശുവിന്റെ ശിഷ്യനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ സുവിശേഷം എഴുതാൻ ഏറ്റവും യോഗ്യനാരായിരുന്നു? സുവിശേഷം എഴുതാൻ ഏറ്റവും യോഗ്യനാരാ? പത്രോസാ. യേശുവിൻ്റെ കൂടെ നടന്ന, പക്ഷെ പുള്ളി സുവിശേഷം എഴുതിയിട്ടില്ല. പക്ഷെ ഈടുറ്റ 2 ലേഖനങ്ങൾക്ക് കാരണക്കാരനായി. ആ ലേഖനത്തിലൂടെ, 2ാമത്തെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് എന്താ? നിങ്ങൾ ചിലതിനായി കാത്തിരിക്കുന്നു. ഈ ഇളമ്പള്ളിക്കൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ ഈ ദേശത്തോട്, ഇവിടെ കൂടി വന്ന ജനത്തോട് എനിക്ക് വിളിച്ചു പറയാനുള്ള സന്ദേശം ഇതാ: പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വരും. അവൻ പ്രത്യക്ഷനാകും. ഉറപ്പുള്ളവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ പ്രത്യക്ഷനാകും. പക്ഷേ ഒരു കാര്യം, ആ പ്രത്യക്ഷതയെങ്കിൽ ലജ്ജിച്ചു പോകാനിടയാകരുത്. പത്രോസ് പറയുന്നു, ആകയാൽ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ആ വാക്യങ്ങളൊക്കെ വായിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പത്രോസിന്റെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. അടുത്ത വാക്യം. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. ഏതിനു വേണ്ടി? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യാശയുടെ വചനങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അത് കാത്തിരിക്കുന്ന എത്ര ഭക്തന്മാർ ഇവിടെയുണ്ട്.
അത് കാത്തിരിക്കുന്ന എത്ര ഭക്തന്മാർ ഈ ദേശത്തുണ്ട്. ഇന്ന് രാത്രി ഈ ദേശത്തോട് വിളിച്ചു പറയാം, താമസം വിന നമ്മുടെ കർത്താവ് മടങ്ങി വരും. എന്തിനു വേണ്ടി നാം കാത്തിരിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നാം കാത്തിരിക്കുന്നല്ലോ, അത് നമ്മിൽ സ്ഥാപിക്കുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ സമയമായി. ദൈവരാജ്യ പ്രവേശത്തെക്കുറിച്ച് 3 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാം. അത് ഗ്രീക്കും എബ്രായ ഭാഷയും ഒന്നുമല്ല, പച്ച മലയാളത്തിലെ 3 പദപ്രയോഗങ്ങൾ. എന്ത്? ദൈവരാജ്യ പ്രവേശനം സംബന്ധിച്ച്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ അറിയാം, വായിക്കണമെന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിക്കോദിമോസിനോടുള്ള സംഭാഷണത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. 1-ാമത്തെ പദം സ്വർഗരാജ്യം കാണത്തില്ല. ഇത് 1-ാമത്തെ സ്റ്റേജാ, സ്വർഗരാജ്യം കാണുക. 2-ാമത്തെ പദപ്രയോഗം നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ കിട്ടുന്നുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവനൊന്നും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അപ്പൊ 1 ദൈവരാജ്യം കാണുക, 2 ദൈവരാജ്യത്തിൽ കടക്കുക, 3-ാമത്തേതാണ് അതിപ്രധാനമായ കാര്യം. അതെന്താ 3-ാമത്തേത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കും, 6-ന്റെ 9-ഉം 10-ഉം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ന്റെ 9, 10. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 3 പദങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? ആകയാൽ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുന്നു. ഏതിനു വേണ്ടി? പുതിയ ആകാശത്തിന്, നീതി വസിക്കുന്ന ഒരു രാജ്യത്തിനു വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ നീതിയില്ല, അനീതി മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ലോകത്തിൽ സത്യസന്ധതയില്ല, മുഴുവൻ വഷളത്തരങ്ങളും കൊണ്ട് നിറഞ്ഞ ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു രാജ്യം അവൻ നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ എന്താ വിളിച്ചു പറയുന്ന 3 പദപ്രയോഗങ്ങൾ? 1, നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. 1 ദൈവരാജ്യം കാണുക, 2 ദൈവരാജ്യത്തിൽ കടക്കുക, 3 ദൈവരാജ്യത്തെ അവകാശമാക്കുക. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ പദപ്രയോഗങ്ങളുടെ വ്യത്യാസം എന്താ? 1-ാമത്തെ അർത്ഥം ദൈവരാജ്യം കാണണം. ആരോടാ പറഞ്ഞത്? നിക്കോദിമോസിനോട് പറയുന്നു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല, സ്വർഗരാജ്യം കാണത്തില്ല. ഇത് 1-ാമത്തെ സ്റ്റേജാ. എന്താ 1-ാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പുതുതായി ജനിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്റെ ബേസിക്കാ. ആണോ? രക്ഷിക്കപ്പെടുക ആരിലൂടെ? യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഒരുവൻ രക്ഷിക്കപ്പെട്ട് ഈ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവനോട് പറയുക, നീ വീണ്ടും ജനിച്ചാൽ എന്ത് കാണും? സ്വർഗരാജ്യം കാണും. 2-ാമത് വന്നപ്പോൾ പറയുന്നു, നീ ദൈവരാജ്യം അവകാശമാക്കണം. 2-ാമത് പറഞ്ഞെന്താ? ദൈവരാജ്യത്തിൽ കടക്കുക. അത് 2-ാമത്തെ സ്റ്റേജ്. ആ വാക്യം കൊണ്ടൊന്ന് വായിക്കുമ്പോൾ അപ്പോഴേ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, മത്തായി 7:21. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ. അപ്പോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവൻ സ്വർഗരാജ്യം കാണുമെന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എവിടോട്ട് കടക്കും? സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞപ്പോൾ എന്താ? അന്യായം പ്രവർത്തിക്കുന്ന ഒരുവനും, അർത്ഥം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവഹിതം ചെയ്ത് നിറവേറ്റി മുൻപോട്ട് പോകുന്നു, പക്ഷേ ജീവിത വിശുദ്ധി പാലിക്കാത്ത, ഭക്തി മുറുകെ പിടിക്കാത്ത, അന്യായം പ്രവർത്തിച്ച് നടക്കുന്ന ഒരുത്തനും
ഈ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്നുള്ള സന്ദേശം ഇന്ന് രാത്രി ഇളമ്പള്ളിക്കൽ ദേശത്തോട് വിളിച്ചു പറയട്ടെ. അനീതി നിറഞ്ഞ ലോകത്തിൽ, അക്രമം നിറഞ്ഞ ലോകത്തിൽ സുവിശേഷം വിളിച്ചു പറയുന്നു, അനീതിയില്ലാത്ത നീതി വസിക്കുന്ന പുതിയ രാജ്യത്തേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് അന്യായം പ്രവർത്തിക്കാതെ വിശുദ്ധിയിലും നിർമ്മലതയിലും ജീവിക്കുന്നവനെ ചേർപ്പാനാ നമ്മുടെ കർത്താവ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, അവൻ വരും, അവൻ വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. ലജ്ജിച്ചു പോകാതിരിപ്പാൻ യേശുക്രിസ്തുവിൽ വസിക്കണം. ഒരു കൂട്ടരെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. വിശുദ്ധ വേദപുസ്തകമൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പഴയ നിയമ ഗ്രൂപ്പുണ്ട്. ആരാ? ഇസ്രായേൽ മക്കൾ അല്ലേ? അവരെ ഫോക്കസ് ചെയ്താണ് സത്യത്തിൽ ബൈബിളെല്ലാം വന്നിരിക്കുന്നത്. ആണോ? ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിലാണ്. പിന്നീട് ജാതികളായ നമുക്കും അതിൻ്റെ പാർട്ടേക്കേഴ്സ് ആകാൻ അതിൻ്റെ അവകാശം നമുക്ക് കിട്ടി. യോഹന്നാന്റെ സുവിശേഷം അത് കൃത്യമായി പറയുന്നുണ്ട്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരായവരോ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ആ ഓഫർ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്താ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരാൻ അധികാരം കൊടുത്തു. അങ്ങനെ ഭാഗ്യവശാൽ ഇതിനകത്ത് വന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾ നമുക്കറിയാം, നീണ്ട 430 ഒരു കണക്കുമുണ്ട്. 430 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് അടിമ വീട്ടിൽ പാർത്തു. അവരുടെ കഷ്ടത വലുതായിരുന്നു, അവരുടെ വേദന വലുതായിരുന്നു, അവരുടെ ദുഃഖം വലുതായിരുന്നു. ബൈബിൾ പറയുന്ന ഒരു പദമുണ്ട്, യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവരുടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു. 2 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഈ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്കെല്ലാം അറിയാം. ഇന്ന് പകൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞ ഒരു പദപ്രയോഗം കൂടി ഇതോട് ചേർത്ത് വെക്കട്ടെ. ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്ന ഒരു ദിനമുണ്ടായിരുന്നു. അതെന്നാ? ആബീബ് മാസം 14-ാം തീയതിയാണ് അവർ പുറപ്പെടുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം നടന്നിരുന്നത്. എന്താ? പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ഒരു കാര്യം. ആബീബ് മാസം 10-ാം തീയതി ഒരു കുഞ്ഞാടിനെ, ഒരാടിനെ ഓരോ കുടുംബങ്ങളും അവരുടെ വീടിൻ്റെ മുമ്പിൽ കെട്ടിയിരിക്കണം. സ്തോത്രം. അടുത്ത 3 ദിവസം അതിനെ എന്ത് ചെയ്യണം? പരിശോധന ചെയ്യണം. ഊനമില്ലാത്ത ആടിനെ കെട്ടണം. 14-ാം തീയതി അതിനെ അറുക്കണം. എൻ്റെ ഭാവനയിൽ വന്ന ഒരു ചിന്ത ഞാൻ ഇന്ന് രാത്രി ഇവിടെയും പറയാൻ ആഗ്രഹിക്കുക. നമ്മളെല്ലാം നാട്ടുമ്പുറത്തുള്ളവരാണല്ലോ, ആടിനെ നമ്മളെല്ലാം കണ്ടിട്ടുള്ളവരാണല്ലോ. സ്തോത്രം. ആട്ടുംകുട്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാണ്? ആട്ടുംകുട്ടി ഏറ്റവും കൂടുതൽ കരയുന്നത് എപ്പോഴാണ്? അതിനെ കെട്ടിയിടുമ്പോഴാണ്. ആണോ? അഴിച്ചു വിട്ടാൽ അതിന് ഒരു കുഴപ്പമില്ല, ചാടി മറിഞ്ഞ് നടന്നോളൂ. പക്ഷേ ഇതിനെ ഒന്ന് കെട്ടിയിട്ടേ കരച്ചിൽ നിർത്തിയ സമയമുണ്ടോ? ഇല്ല. ഇനി നിങ്ങളത് മനസ്സിൽ ഈ ഇസ്രായേൽ മക്കളുടെ പാളയത്തിലോട്ടൊന്ന് കൊണ്ടുവന്നേ. ഓരോ വീടിൻ്റെ മുമ്പിലും ഓരോ ആട്ടിൻകുട്ടിയെ കെട്ടിയിരിക്കുക. ആണോ? അവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താ? ആടിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. ആണോ? ഇന്നലെ വരെ കരഞ്ഞത് ആരായിരുന്നു? ഇസ്രായേൽ മക്കളാണ് കരഞ്ഞത്. അവരുടെ നിലവിളി കേട്ടു ദൈവം. ഇന്ന് നിങ്ങൾ ഇസ്രായേൽ പാളയത്തിലോട്ട് നോക്കിയാൽ അവിടുന്ന് ഉയരുന്ന കരച്ചിലിൻ്റെ ശബ്ദം ആരാ? ഈ ആട്ടിൻകുട്ടിയുടെ ശബ്ദമാ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നിങ്ങൾ കരച്ചിൽ നിർത്തിക്കോ. നിങ്ങളുടെ കരച്ചിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ കരച്ചിൽ നിർത്തിക്കോ. നിങ്ങളുടെ കരച്ചിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് അത് മനസ്സിലായി? ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന ജനം, ഞങ്ങളുടെ നെടുവീർപ്പ് എന്ന് തീരും, ഞങ്ങളുടെ കഷ്ടത എന്ന് തീരും, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭവനത്തേക്ക്, ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് ഒരു മടങ്ങിപ്പോക്ക് എന്നുണ്ടാകുമെന്ന് വിലപിച്ചവർ ഇന്ന് രാത്രി ഇതിനകത്തും ഈ ദേശത്തുള്ളവരും ചിലതിനെ നോക്കി വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ കരച്ചിൽ നിർത്താൻ സമയമായി. കാരണം നിങ്ങൾക്ക് വേണ്ടി ആ കരച്ചിൽ ഏറ്റെടുപ്പാൻ ഒരു പെസഹ കുഞ്ഞാടുണ്ട്. ആ പെസഹ കുഞ്ഞാട് പുതിയ നിയമത്തിൽ വന്ന് പറഞ്ഞിടത്തെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്: കരയണ്ട, കരയണ്ട. നയീനിലെ വിധവയോട് പറഞ്ഞില്ലേ കരയണ്ട? കാരണം എന്താ? നിന്റെ കരച്ചിൽ ഞാൻ ഏറ്റെടുത്തെന്ന്.
ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കരച്ചിൽ സ്വർഗമേറ്റെടുത്തെന്ന്, എൻ്റെ വിഷയം സ്വർഗമേറ്റെടുത്തെന്ന്, എൻ്റെ പ്രതിസന്ധി സ്വർഗമേറ്റെടുത്തു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ പറഞ്ഞു, ആരും എന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരുവനുണ്ടെന്ന്. ഇന്ന് രാത്രി ഇളമ്പള്ളിക്കൽ ദേശത്തോട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരു ചിന്തയും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ വന്ന് അവസാനമായി പെസഹ ചെയ്തപ്പോൾ, പെസഹ ആരംഭിച്ചത് എവിടെയാ? ഇസ്രായേൽ പാളയത്തിലാണ്. പുതിയ നിയമത്തിൽ വന്ന യേശു ക്രിസ്തുവിൻ്റെ അവസാനത്തെ പെസഹ എവിടെയാ? ലൂക്കോസ് 22 വിരിച്ചൊരുക്കിയ ഒരു വൻമാളികയിൽ പെസഹ ഒരുക്കി. ആ പെസഹയിൽ ഒരുക്കിയപ്പോൾ എന്താ? യേശുവിൻ്റെ ശിഷ്യന്മാർ അതേത് വീട്ടിലാണ് നടന്നത് നമുക്കറിയാം. എവിടെയാ? മർക്കോസിൻ്റെ മാളിക മുറിയിൽ യേശു അവസാനമായി പെസഹ ആചരിച്ചു. ഒന്നാമത്തെ പെസഹയിൽ അവർ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. എന്താ? അവരുടെ അടിമത്തം മാറി, അവരുടെ കലണ്ടർ മാറി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി. മാത്രമല്ല, ഒരു പുറപ്പാടും കൂടെയായിരുന്നു. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ആ പെസഹ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താ? കൂട്ടത്തിൽ 12 യേശുവിൻ്റെ ശത്രുവായി മാറി. ഒന്നാമത്തെ പെസഹ അനുഗ്രഹവും വിടുതലും ആയിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലത്തെ അവസാനത്തെ പെസഹയിൽ യേശു പ്രാണനെ പോലെ സ്നേഹിച്ച 12 യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇറങ്ങിപ്പോയി. എന്താ ഇത് വിളിച്ചു പറയുന്നത്? ഒരുമിച്ച് ആരാധിച്ചവരുണ്ടാകാം, ഒരുമിച്ച് പ്രാർത്ഥിച്ചവരുണ്ടാകാം, ഒരുമിച്ച് കൈയടിച്ചവരുണ്ടാകാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നൊമ്പരം തന്ന്, നമുക്ക് വേദന തന്ന് നമ്മെ വിട്ടു പോയെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി അഭിഷക്തന്മാരെ സാക്ഷി നിർത്തി ഞാനൊരു കാര്യം ഈ ദേശത്തോട് ഇന്ന് രാത്രി ഇവിടെ വന്നവരോട് പറയാം. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോയി. മൂന്നാമൻ വന്നു. ആര്? പരിശുദ്ധാത്മാവ് വന്നത് എവിടെയാ? ഏതു വീട്ടിലാണോ പെസഹ ആചരിച്ചപ്പോൾ ഒരുവൻ ഇറങ്ങിപ്പോയതെങ്കിൽ, തൃത്വത്തിൽ മൂന്നാമൻ അതേ ഭവനത്തിൽ, അതേ മാളിക മുറിയിൽ ഇറങ്ങി വന്നെന്ന് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചതെന്താ? പത്രോസ് എഴുന്നേറ്റ് നിന്നു. നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ച പത്രോസിന്റെ നാവിൻ തുമ്പിൽ ദൈവത്തിന്റെ വചനം ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? അന്നൊരെണ്ണം പോയെങ്കിൽ ഒറ്റ പ്രസംഗത്തിൽ ദൈവം 3000 എണ്ണത്തെ കൊണ്ടുവന്നു. ഹല്ലേലൂയ! അവൻ ആർക്കും കടക്കാരനല്ല കേട്ടോ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ഇളമ്പള്ളിക്കൽ ദേശത്തോട് വിളിച്ചു പറയുന്ന നസ്രേനായ യേശു ക്രിസ്തു ഉണ്ടല്ലോ, അവൻ ആർക്കും കടക്കാരനല്ല. ഒന്നു പോയെങ്കിൽ 3000 എണ്ണത്തെ കൊണ്ടു തന്നു. ഇന്ന് രാത്രി വിശ്വസിച്ചോ? പിണങ്ങി പോയവർ പോകട്ടെ, കൂടെ ആരാധിച്ചവർ ചിലപ്പോൾ പോയെന്നിരിക്കാം. പക്ഷെ ഭാരപ്പെടണ്ട, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം നല്ലതൊന്ന് കരുതിയിട്ടുണ്ട്. എൻ്റെ സമയം അവസാനിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കൾ അങ്ങനെ പെസഹയൊക്കെ ആചരിച്ച് അവിടുന്ന് പുറപ്പെട്ടു. അവരുടെ മരുഭൂമി യാത്രയിൽ സംഭവിച്ച ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. സംഖ്യാപുസ്തകത്തിലേക്കൊന്ന് വന്നാട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 32:5. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം. ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരേണം. ഇസ്രായേൽ മക്കളുടെ 40 വർഷത്തെ മരുഭൂമി യാത്രയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ശ്രദ്ധ മാറിപ്പോകരുത്. നമ്മുടെ വിഷയം എന്താ? അവൻ പ്രത്യക്ഷനാകും, അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നാം ലജ്ജിച്ചു പോകരുത്. ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള യാത്രയാണല്ലോ ഈസിക്കൽ ടു നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ യാത്രയാണ് നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയായി നാമും കാണുന്നത്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവർക്ക് വേണ്ടതെല്ലാം ദൈവം നൽകിയോ? എന്തിനെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? 40 വർഷം അവരെ മരുഭൂമിയിൽ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പൊന്നുപോലെ കൊണ്ടു നടന്നു. നമുക്കറിയാമല്ലോ അവർക്ക് കൊടുത്ത ഭക്ഷണമൊക്കെ എന്തൊക്കെയായിരുന്നു.
എന്തൊക്കെയാ കൊടുത്തേ? മന്ന കൊടുത്തു അല്ലേ? മന്ന കൊടുത്തു. പിന്നെ കാടപ്പക്ഷി. അപ്പോൾ കൊടുത്തത് എന്താ? ഗ്രാൻഡ് ഫുഡാണ് കൊടുത്തത്. എന്താ കാടപ്പക്ഷിയുടെ പ്രത്യേകത? നമ്മുടെ നാടൻ ഭാഷ നമുക്കറിയാം. 1000 കോഴിക്ക്, ഹലോ, 1000 കോഴിക്ക് അരക്കാട. അപ്പോൾ കൊടുത്തത് ചില്ലറയാണോ? 40 വർഷം ഇതുങ്ങളെ പോഷക സമൃദ്ധമായി കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ സംഖ്യാ പുസ്തകത്തിൽ വായിച്ചത്, ഈ ദൈവജനമല്ല, ഈ ഇസ്രായേൽ മക്കളെല്ലാം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇവരെല്ലാം കൂടെ ചെന്നിട്ട് അവരെ അതുവരെ കൊണ്ടുവന്ന മോശയോട് പറയുക. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. നിനക്ക് കൃപയുണ്ടെങ്കിൽ, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ, അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ അക്കരയോട്ട് കൊണ്ടുപോകല്ലെന്നല്ലേ? ആണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എങ്ങോട്ട് പാന ഇറങ്ങി തിരിച്ചേ? എങ്ങോട്ട് പാന ഇറങ്ങി തിരിച്ചത്? കനാൻ ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചതാ. വാഗ്ദത്ത ദേശത്തേക്ക് ഇറങ്ങി തിരിച്ചതാ. മാത്രമോ, ഇറങ്ങിയപ്പം പാടി, എൻ്റെ ദേശം ഇവിടെയല്ല, അക്കരയാണ് എൻ്റെ ശാശ്വത നാടെന്നൊക്കെ പാടി ഇറങ്ങിയവർ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്ന് പാടി ഇറങ്ങിയവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരെ അതുവരെ കൊണ്ടുവന്ന് അവരെ ലീഡ് ചെയ്ത മോശയോട് പറയുക, നിനക്കടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ, ഞാനതിനെ ഒന്നുകൂടെ ഇറക്കി പറയാം, ദൈവത്തെ വിചാരിച്ച് ദൈവദാസനെ ഞങ്ങളെ അപ്പുറത്തോട്ട് കടത്തിവിടരുത്. കാര്യം യോർദാൻ കടന്നാൽ അക്കരയാ, അതിനു മുമ്പ് പണി പാളി. ഇന്ന് രാത്രി ഈ ശബ്ദ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലജ്ജയ്ക്കായി തീരരുത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിപ്പാൻ ഇടയാകരുത്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവരിൽ മിക്ക പേരിലും ഞാൻ പ്രസാദിച്ചില്ല. എന്താ കാര്യം? അവരുടെ കയ്യിരിപ്പ് തന്നെ. സ്തോത്രം. എന്താണ് ഇവർക്ക് പറ്റിയത്? നമ്മുടെ കോണ്ടക്സ്റ്റിലേക്ക് അത് ഞാനൊന്ന് കൊണ്ടുവരാം. അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേ, 32. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേദ് ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലമെന്ന് കണ്ടുവന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. എന്താ അവിടുത്തെ പ്രശ്നം? രൂബേന്യർക്കും ഗാദ്യർക്കും ആവശ്യം പോലെ ആടുമാടുകൾ ഉണ്ടായി. എന്താ ഈ ആടുമാടുകൾ? എന്താ ഈ ആടുമാടുകൾ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭൗതികം വർദ്ധിച്ചു. ഭൗതികം വർദ്ധിച്ചു. അവർ പറഞ്ഞ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്. മാത്രമല്ല, ഞങ്ങളിപ്പം എത്തി നിൽക്കുന്ന ഈ ദേശമുണ്ടല്ലോ, ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലമാണ്. പുല്ല് പറിക്കാൻ പോകണ്ട, പുല്ല് വളർന്നോളും. ആടിനെ ജസ്റ്റ് അഴിച്ചു വിട്ടാൽ മതി, അതുങ്ങൾ വളർന്നോളും. ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്തായിരുന്നു? അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താ? ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയാം, ചില ഭൗതിക നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില സ്ഥാനമാനങ്ങളൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ, അതിനൊക്കെ പറ്റിയ വളക്കൂറുള്ള മണ്ണാണ് ഇതെന്ന് തിരിച്ചറിയുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടും. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഒരു പദവിയുമില്ലെങ്കിലും ഒരു പ്രശസ്തിയുമില്ലെങ്കിലും ഈ ഭൂമിയിൽ ഒന്നും നേടാനായില്ലെങ്കിലും നിത്യത നഷ്ടമാക്കരുത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ലജ്ജിച്ചു പോകാനിടയാകരുത്. പ്രൈസ് ദി ലോർഡ്. ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലമെന്നവർ കണ്ടപ്പോൾ അവർ വന്നിട്ട് മോശയോട് പറയുക, ദൈവദാസനെ, അങ്ങയ്ക്ക് ഞങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്യരുത്? അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. എത്ര ഭയപ്പെടണം? എൻ്റെ ചോദ്യം, ഇതിനായിരുന്നോ ഇറങ്ങിയത്? ഇതിനായിരുന്നോ ഇറങ്ങിയത്? പെസഹ ആചരിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അവരത് കയ്പ് ചീരയോടുകൂടെ ധൃതിയിൽ ഭക്ഷിച്ച് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കി അവരിറങ്ങി തിരിച്ചത് എന്തിനായിരുന്നു?
വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്. ഇതല്ല ഞങ്ങളുടെ ദേശം. ഞങ്ങൾക്ക് കർത്താവ് വാഗ്ദത്തം അരുളിയത് ഒന്നുണ്ട്. പത്രോസ് പറഞ്ഞതുപോലെ, നീതി വസിക്കുന്ന ഒരു രാജ്യത്തിനു വേണ്ടി ഞാനും നിങ്ങളും ഓടുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഖണ്ഡിച്ചൊരു കാര്യം പറയാം. ദൈവരാജ്യം കാണുക മാത്രമല്ല, ദൈവരാജ്യത്തിൽ കടക്കുക മാത്രമല്ല, അതിനെ അവകാശപ്പെടുത്തുന്നവനാ നിത്യതയ്ക്ക് ഓഹരിക്കാരനായി തീരുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഈ വക പ്രവർത്തിക്കുന്നവനൊന്നും അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ക്ഷുദ്രക്കാർ, നിങ്ങൾക്ക് ആ വാക്യമൊക്കെ അറിയാം, ഞാൻ വായിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്താ യോഹന്നാൻ പറഞ്ഞത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ചേർന്നൊന്ന് പറയാമോ? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, അവൻ പ്രത്യക്ഷനാകും. ഒരു വ്യത്യാസവുമില്ല, അതിനൊരു സംശയവുമില്ല. സംശയമുള്ളവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അപ്പം നിങ്ങളും എൻ്റെ കൂടെ തന്നെ സ്തോത്രം. നിങ്ങൾക്ക് ആർക്കും അതിൽ സംശയമില്ല. നമ്മുടെ കർത്താവ് വരാറായി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ. എന്നോട് ചേർന്നൊന്ന് പറയാമോ? അവന്റെ പ്രത്യക്ഷതയെങ്കിൽ ധൈര്യത്തോടെ നിൽപ്പാൻ, അവനിൽ വസിക്കാം. ഇന്ന് രാത്രി അവനിൽ വസിക്കുന്നെങ്കിൽ വേറെ ഒന്നിന്റെ പുറകെ നമ്മൾ പോകത്തില്ല. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജടിക സുഖങ്ങൾ വന്ന് നമ്മെ മാടി വിളിക്കുമ്പോൾ ഒന്ന് പറയണം, സുന്ദരനായ എൻ്റെ പ്രിയന്റെ മുഖം കാണാൻ ഞാൻ ഇതുവരെ കാത്തിരുന്ന എൻ്റെ പ്രത്യാശാരൂപനായ യേശു ക്രിസ്തുവിന്റെ മുഖം കാണാൻ ഞാൻ വെമ്പുന്നു. അതുകൊണ്ട് ഈ വെള്ളത്തിന്റെ കുമിളകളൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന പ്രത്യാശയോടെ, ഭക്തിയോടെ എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് രാത്രി അങ്ങനെ പറയുന്നവരെ ചേർക്കാൻ, വിശുദ്ധിയെ തികച്ച് നിർമ്മലതയോടെ ജീവിക്കുന്നവരെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് വരാറായി. ആ നീതി വസിക്കുന്ന പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്കും നമുക്ക് ഒരുമിച്ച് പ്രവേശനം ലഭിപ്പാൻ യേശു ക്രിസ്തുവിൽ വസിക്കുക, യേശു ക്രിസ്തുവിൽ ജീവിക്കുക, യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.